അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളം ഉണ്ടത്. അപ്പോൾ നമ്മളെ ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് ബാക്ക് വാഷൊക്കെ കഴിഞ്ഞ് ഫിൽട്രേഷൻ കഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം ഉണ്ട് ഈ കാണുന്നു. അല്ല, ഇതാണ് വെള്ളത്തിൻ്റെ ക്വാളിറ്റി, മനസ്സിലായി? ഇപ്പോൾ ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റൂല. ഈ വെള്ളം ഇനിയും മണിക്കൂറുകളോളം ഇരിക്കും തോറും വെള്ളം മോശമായിക്കൊണ്ടിരിക്കും. ഈ വെള്ളം ഇതിങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ആദ്യത്തെ വെള്ളം ഇപ്പോഴത്തെ വെള്ളം എങ്ങനെ ഉണ്ട് നോക്കാം. ഭയങ്കര വ്യത്യാസമില്ലേ? അപ്പോൾ ഇതാണ് വ്യത്യാസം കേട്ടോ. വെള്ളത്തിൻ്റെ പ്രശ്നം ഇത് ചെമ്മരും നോക്കിയാൽ ഈ ചെമ്മരുമ്മ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തോരം അയൺ കണ്ടന്റ് ഉണ്ടെന്നിട്ടാ. ഉണ്ടാ പണ്ടത്തെ ഒരു വാൽവ് വേണ്ട, ഈ വാൽവ് ലീക്കായിട്ട് ഇതുമെന്നൊക്കെ വെള്ളം ഒലിച്ചിട്ട് ആകെ കച്ചറായി കിടക്കുന്നു. അപ്പോൾ ഇതിന് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ അയൺ കണ്ടന്റ് കൂടുതൽ ഉള്ള വെള്ളമാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യാൻ വന്നിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു സുഹൃത്തിൻ്റെ കൂടി വീടുണ്ടത്. ഇവിടെ വെക്കുന്നത് 1354 വെസലിന് വെക്കുന്നത്. അപ്പോൾ 1.5 വാൽവിനാണ് നമ്മൾ ചെയ്യണത്. 1.5 വാൽവെന്നേ നമ്മൾ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്രാവിറ്റിയിൽ ഇറങ്ങുന്ന പൈപ്പ് 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഉണ്ടാ. ഇവിടെ 1 ഇഞ്ചിൻ്റെ വാൽവ് വെച്ചാലും മതി. പക്ഷേ ഭാവിയിൽ ഇവർ 1.5 പൈപ്പ് ആക്കുമെന്ന് പറഞ്ഞിരുന്നു, ഈ ഗ്രാവിറ്റി വരുന്ന പൈപ്പ്. അപ്പോൾ പിന്നീട് വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറവിനൊന്നും പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ 1.5 വാൽവ് ആക്കണത്. അപ്പോൾ നമ്മൾ വെസൽ ഫില്ല് ചെയ്യാൻ പോകണ്ട. നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത് 1/2 ഇഞ്ചിൻ്റെ സൈലക്സിന് ഫസ്റ്റ് ഇടുന്നത്. രണ്ടാമത് ഇടുന്നത് നമ്മൾ ഈ 1/4 ഇഞ്ചിൻ്റെ സൈലക്സ് കേട്ടോ. ഫൈൻ സാൻഡാണ്, നല്ല അടിപൊളി ഉണ്ടോ, ക്രിസ്റ്റലായിട്ടുള്ള അടിപൊളി ഫൈൻ സാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വെസലിൽ നിറക്കണത് 3ാമത്തെ മീഡിയം കേട്ടോ. 3ാമത്തെ മീഡിയമാണ് ഫൈൻ സാൻഡ് കേട്ടോ. അപ്പോൾ നമ്മൾ 4ാമത്തെ മീഡിയം ഉണ്ട് ഇടാൻ പോകണം. കെറ്റ്ലോക്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയം, ജർമ്മൻ്റെ ആണ് ഇത്. ഇതാണ് അയൺ റിമൂവർ. എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് കേട്ടോ. ഇത് കേട്ടോ അടുത്ത് അയൺ റിമൂവറാണ്, കെറ്റ്ലോക്സ് കേട്ടോ. നമ്മൾ അടുത്തിടാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മളെ 5ാമത്തെ മീഡിയം കേട്ടോ, ആക്ടിവേറ്റഡ് കാർബണാണ്. അത് ലാസ്റ്റ് മീഡിയം കേട്ടോ. ഇനി നമുക്ക് ഈ ആക്ടിവേറ്റഡ് കാർബണേ ഇട്ടതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിൽ ഇത് സെറ്റായി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1/4 ഇഞ്ചിൻ്റെ സൈലക്സും കൂടി മുകളിലിടും. 1/4 ഇഞ്ചിൻ്റെ സൈലക്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെസൽ ഫില്ല് ചെയ്ത് അവസാനിക്കും കേട്ടോ. വെസലൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ആയ ത്രെഡും പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ ആയ ഒരു തുണി എടുത്തും കാര്യം നല്ല വൃത്തിയിൽ തുടച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വാൽവ് സെറ്റ് ചെയ്യണമെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവ് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആവുകയും ചിലപ്പോൾ ലോക്കാവാതെ വരികയൊക്കെ ചെയ്യും. അതിൽ ലീക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാൽവ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. വാൽവ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അടിയിലത്തെ ഫസ്റ്റ് ഏറ്റവും മുകളിലത്തെ സ്റ്റെയിനർ നമ്മൾ ഇടുമ്പോൾ അത് കറക്റ്റ് ഒരുപാട് ടൈറ്റിന് ഇടാൻ പാടില്ല, ഒരുപാട് ലൂസിന് ഇടാൻ പാടില്ല കേട്ടോ. അതിൻ്റെ കറക്റ്റ് മീഡിയം ലെവലിൽ തന്നെ ഇടണം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൊരു പരസ്യത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഇതൊന്നും ഇടുന്നത്. കാരണം നമ്മൾ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു വെസൽ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയും കൂടിയുള്ള വീഡിയോ ഉണ്ടത്. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും ഈ ഇടുന്ന സാധനങ്ങളൊന്നും കാണിക്കാതെ വെറുതെ പരസ്യം പോലെ നല്ല രീതിയിലിട്ട് വല്ല മ്യൂസിക്കൊക്കെ ഇട്ടും ചെയ്യുക. പക്ഷേ ഇത് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യണമെന്നും എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ ഇടുന്ന ഐറ്റംസ് ഏതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്, വെസൽ ഏതാണ്, ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു വീഡിയോ നമ്മളെ ശരിക്കും ഇരുന്ന് കാണുന്ന ഒരാളാണെങ്കിൽ ആ ചോദ്യങ്ങൾ തന്നെ ചോദിക്കേണ്ട വരില്ല. കാരണം അതിലെല്ലാത്തിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ ഇതിൽ ഇടുന്നതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാത്തത് പലയിടത്തും പല അളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം അയൺ കണ്ടൻറ്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അളവ് അനുസരിച്ചായിരിക്കുള്ളൂ നമ്മൾ ഇതിൽ ഓരോന്നും ആഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യണത്. പിന്നെ ഇതിലിടുന്ന മീഡിയങ്ങളൊക്കെ ഏകദേശം സെയിമൊക്കെ തന്നെ ആവാറുണ്ട്. പിന്നെ നമ്മൾ അയൺ റിമൂവറായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കെറ്റ്ലോക്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ DMI 65 നമ്മളെ വീഡിയോയിൽ കണ്ടവർക്കൊക്കെ അറിയാം, അതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പലയിടത്തും പലതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചെയ്യുമ്പോഴും അത് എത്രത്തോളം നല്ല ഡീപ്പായും ക്ലിയറായും നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വീഡിയോയും കൂടി ഉണ്ടത്. അപ്പോൾ നമ്മളെ സെറ്റിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടാ, കംപ്ലീറ്റ് സെറ്റിങ് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ 1.5 1 1.5 റെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുപോയത് കേട്ടോ. ഇനി ഭാവിയിൽ ഇവർക്ക്
1.5 പൈപ്പ് ആക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇവിടെ കട്ട് ചെയ്തങ്ങായിട്ട് ആ പൈപ്പ് അങ്ങോട്ട് കയറ്റി കൊടുക്കുക. ഇവിടെ കട്ട് ചെയ്ത് അടിയിലേക്ക് പൈപ്പ് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഇത് ഇനി 1-ൻ്റെതാണ് ആക്കണമെങ്കിൽ നമുക്ക് പണി എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. പക്ഷേ ഭാവിയിൽ പിന്നെ വെള്ളത്തിന് സ്പീഡൊക്കെ കുറയാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1.5 ആക്കണമാണ് ഏറ്റവും നല്ലത്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ 1.5 ആക്കണമാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ തന്നെ മുകളിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. അവിടെ ഒരു ബാത്റൂം ഉണ്ട്. അവിടെ കൊള്ള കണക്ഷനിലേക്കുള്ള ഒരു വാൽവ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാൽവ് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഈ വാൽവ് ഇതിലെ കണക്ഷൻ കൊടുത്തിട്ട് ആ പൈപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ആ ബാത്റൂമിലേക്കുള്ള കണക്ഷനിലേക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വാൽവ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ബാക്ക് വാഷിന് ഇട്ടേക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളം ഉണ്ടത്. അപ്പോൾ നമ്മളെ ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് ബാക്ക് വാഷൊക്കെ കഴിഞ്ഞ് ഫിൽട്രേഷൻ കഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമുണ്ട് ഈ കാണുന്നു. അല്ല, ഇതാണ് വെള്ളത്തിൻ്റെ ക്വാളിറ്റി, മനസ്സിലായി? ഇപ്പോൾ ഇത്രയും ക്വാളിറ്റിയിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റൂട്ടോ. ഈ വെള്ളം ഇനിയും മണിക്കൂറുകളോളം ഇരിക്കും തോറും വെള്ളം മോശമായിക്കൊണ്ടിരിക്കും. ഈ വെള്ളം ഇതിങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ വെള്ളം ക്ലിയർ ആക്കിയിട്ടാ. ഇത് നമ്മളെ മോമക്കാട്ടോ, നമ്മളെ കൂട്ടുകാരൻ്റെ വാപ്പയാണ്. അപ്പോൾ ഇതേ വെള്ളം എങ്ങനെയുണ്ട്? ആദ്യത്തെ വെള്ളം ഇപ്പോഴത്തെ വെള്ളം എങ്ങനെയുണ്ട് നോക്കാം? ഭയങ്കര വ്യത്യാസമില്ലേ? അപ്പോൾ ഇതാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ അവസാനിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ സേവനം ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ അടിയിൽ നമ്മൾ കോൺടാക്ട് നമ്പർ വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെടാം കേട്ടോ. ബൈ.